റീപേയ്മെൻറ്റിൽ കാലാവധി മുടങ്ങിയിട്ടുണ്ടോ, നിങ്ങളുടെ ഏരിയ, ചില ബാങ്ക് ചില ഏരിയാസ് ചെയ്യില്ല, ചിലപ്പോൾ ഇടുക്കി, കാസർഗോഡ്, വയനാടൊന്നും ചെയ്യില്ല. അങ്ങനെ പലതരത്തിലാണ് എലിജിബിലിറ്റി നോക്കുന്നത്. നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ക്ലിയർ ആയിട്ട് ഒരുപാട് പൈസ മുടക്കി നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കും. മൂന്നാമത്തെ ദിവസം അവർ പറയും ഇത് റിജക്റ്റായെന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഫിനാൻസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാ ബാങ്കും കൂടെ ഒരു വീഡിയോ നമുക്ക് പ്രതിപാദിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ടാറ്റ ക്യാപിറ്റലിൻ്റെ എലിജിബിലിറ്റി. അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റ ക്യാപിറ്റൽ. അപ്പോൾ അവരെങ്ങനെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടാറ്റ ക്യാപിറ്റലിൻ്റെ ഹെഡ് ഓഫീസ് എറണാകുളത്താണ്. അവർ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ടാറ്റ ക്യാപിറ്റലിൽ 2012 മുകളിലുള്ള വാഹനങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതായത് മാനുഫാക്ചറിങ് വർഷം മുതൽ 10 വർഷത്തേക്കാണ് അവർ ലോൺ ചെയ്യുന്നത്. അതായത് 2012+10 2022 നമ്മൾ ലോൺ അടച്ച് കഴിയണം. ഇനി അടുത്തത് പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ ഷവർലെറ്റ്, ഇൻഡിക്കോ അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും ചെയ്യില്ല. മാർക്കറ്റ് വാല്യൂൻ്റെ 85% ആയിരിക്കും നിങ്ങൾക്ക് ലോണായിട്ട് ലഭിക്കുന്നത്. ഇടുക്കി, കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ചെയ്യില്ല. സിബിൽ സ്കോർ നോക്കിക്കൊള്ളണം. അതുപോലെ വന്നിട്ട് മിനിമം 2 വർഷം മുതൽ മാക്സിമം 5 വർഷത്തേക്കായിരിക്കും നമുക്ക് ലോൺ ലഭിക്കുന്നത്. ലാസ്റ്റ് 6 മാസത്തിനുള്ളിൽ ചെക്ക് ബൗൺസ് പാടില്ല. ഏതെങ്കിലും ലോൺ 60 ദിവസം അടച്ചിട്ടില്ല എങ്കിലും ലോൺ ലഭിക്കില്ല. പിന്നെ നമുക്കറിയാനുള്ള കാര്യം, വാഹനം എടുക്കുന്ന ആൾക്ക് 23 വയസ്സായിരിക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബ്ലഡ് റിലേഷനിൽ തന്നെ കോ ആപ്ലിക്കൻ്റ് വേണം. 10 ലക്ഷം വരെ ഇൻകം പ്രൂഫ് ഇല്ലാതെ കിട്ടും. 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇൻകം പ്രൂഫ് കാണിക്കണം. ITR, സാലറി സ്ലിപ്പ് എന്നിവ പോലുള്ളത്. അടുത്തത്, ഒരിക്കലും നമ്മൾ കോൺട്രാക്ട് ബേസ്ഡ് ജോലിയാണോ, ഡ്രൈവറാണോ, ഈവൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഈ ജോബ് എന്ന് പറയാൻ പാടില്ല. അത് നെഗറ്റീവായി പോകും, റിജക്റ്റ് ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക, വിളിക്കുമ്പോൾ പറയുക. അടുത്തത്, ഡോക്യുമെൻ്റ് വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കരമടച്ച രസീത്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ആധാറില്ലെങ്കിൽ വോട്ടർ ID ആയാലും മതി, ലൈസൻസ്, പാസ്പോർട്ട് ആയാലും മതിയാകും. പാൻ കാർഡില്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവ കാണിച്ചാലും മതിയാകും. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയെങ്കിലും സ്വന്തം വീട് വേണം. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരായാൽ പോലും നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നിങ്ങളുടെ പേരിൽ വീട് വേണം. ഇല്ലെങ്കിൽ ലോൺ റിജക്റ്റായി പോകും. അപ്പോൾ അത് ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ടാറ്റ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8.75 per annum ആണ്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം.